എങ്ങനെയാ ഈ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ ലഹരിവേട്ട നടക്കുന്നുണ്ട്. പലപ്പോഴും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ യഥാർത്ഥ വേരുകളിലേക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ഇതിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോ പ്രധാനപ്പെട്ട വേരുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാര്യം നമ്മളിപ്പോ അടുത്തിടെയാണ് നമ്മൾ ഇവിടുത്തെ വേര് തേടി നമ്മൾ ബാംഗ്ലൂരിൽ പോയി നൈജീരിയൻ വംശനായ ഒരു നല്ലൊരു ക്യാച്ചായിരുന്നു കേരള പോലീസിന്റെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് പൊതുജനത്തിന്റെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മീഡിയാസ് ഉൾപ്പെടെ ഇതിനെതിരെ പ്രതികരിക്കാൻ, ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾ മീഡിയാസ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കണം. അപ്പം സമൂഹത്തിൽ നിന്നും ഇപ്പം നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ കേസിൽ പിടിച്ചാൽ തന്നെ അതിൽ നിന്നും അതിന്റെ റൂട്ട് മനസ്സിലാക്കി ഇതിന്റെ നിർമ്മാണം നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ വൻതോതിൽ ഗുജറാത്ത് എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഇത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവന്ന കാര്യം ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് വിവിധ തരങ്ങളുള്ള രാസവസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഹൈബ്രിഡ് ആണ്. അപ്പോൾ ആ കമ്പോണന്റ് നമുക്ക് ഒരുമിച്ച് ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നിയമത്തിന് അതിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരിടത്തൊരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സമയം സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ഇത് കണ്ടാൽ എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുക? കാര്യം ഇപ്പോൾ രക്ഷകർത്താവ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുത്താൽ ഇത് MDMA ആണോ എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാകും? നമുക്കിപ്പോ ഇത് കണ്ടെത്താൻ ഒരു വെളുത്ത പഞ്ചസാരയുടെ രീതിയിൽ നമുക്കിപ്പോ നേരത്തെ മദ്യം കഴിച്ചിട്ട് നമുക്ക് അതിന്റെ മണം കൊണ്ടറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് കുട്ടികൾ ഇത് ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റത്തില്ലല്ലേ? അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ മാത്രമാണ് സംശയം തരുന്നത്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റേഷൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടും നമ്മൾ മാതാപിതാക്കളെ വിളിച്ചവരെ വഴക്കുവാണെങ്കിൽ നമ്മൾ പോലീസുകാരെന്തോ തെറ്റ് ചെയ്താണ്